കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തെ സാവകാശം ഒരുക്കിയല്ലോ. നമ്മൾ തുടർമാനമായി കൊലൂസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കൊലൂസ്യ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം വരെ പഠിച്ചു. ഇന്ന് നമുക്ക് അതിന്റെ 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. കൊലൂസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒരാൾ വായിച്ചാട്ടെ. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിന്റെ മച്ചൂനനായ മർക്കോസും അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 10-ാം വാക്യം, എന്റെ കൂട്ട് തടവുകാരനായ അരിസ്തർക്കോസും ബർന്നബാസിന്റെ ബന്ധുവായ മർക്കോസും അവനെ കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. ചില പേരുകൾ അപ്പോസ്തലനിലൂടെ പറയുന്നുണ്ട്. നമ്മള് തീക്കോസിനെ കുറിച്ച് പഠിച്ചു. ഇപ്പോൾ പറയാണ് എന്റെ കൂട്ടുവേലക്കാരനായ അരിസ്തർക്കോസ് തെസ്സലോനിക്കയിൽ നിന്നുള്ളവനാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അരിസ്തർക്കോസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് വായിച്ചാട്ടെ. ബെറോയിലെ പുറോസിന്റെ മകൻ സോപത്രോസും തെസ്സലോനിക്കരായ അരിസ്തർഹോസും സെക്കുന്തോസും ദർബക്കാരനായ ഗായോസും തിമത്തിയോസും ആസ്യക്കാരായ തുഹിക്കോസും ത്രോഫിമോസും ആസ്യ വരെ അവനോടുകൂടെ പോയി. ഈ അരിസ്തർക്കോസ് എവിടുള്ളവനായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. തെസ്സലോനിക്കക്കാരൻ. അപ്പോസ്തലനായ പൗലോസ് കൈസരിയയിൽ നിന്ന് റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ അരിസ്തർക്കോസ് എന്ന് പറയുന്ന വ്യക്തി അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് അവിടെ അപ്പോസ്തല പ്രവർത്തികൾ 27-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒടുവിൽ പൗലോസിനോടുകൂടി ഈ അരിസ്തർക്കോസും എന്തായി? തടവിലാക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. ഒരുപക്ഷെങ്കില് താൻ അവിടെ ഓടി രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ഒരു തടവിൽ ജീവിക്കുവാൻ താൻ തന്നെ സമർപ്പിച്ചു കാണും. കാരണം അപ്പോസ്തലനായ പൗലോസിന്റെ കൂട്ടത്തിലല്ലേ പൗലോസിനെ ശുശ്രൂഷിക്കുകയും ചെയ്യാം, അപ്പോൾ തന്നെ താൻ മനസ്സോടെ അത് സ്വീകരിപ്പാൻ തക്കവണ്ണമിടയായി. ഒരുപക്ഷെങ്കിൽ തന്നെ അപ്പോസ്തലനായ പൗലോസിനോടുകൂടി കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ കാരാഗ്രഹവാസം താൻ മനസ്സോടെ സ്വീകരിച്ചൊരു വ്യക്തിയായിരിക്കുവാൻ ഇടയുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയും തന്റെ കൂടെ നിന്ന കൂട്ടാളിയായ അരിസ്തർക്കോസിനെ കുറിച്ച് അവിടെ തന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിപ്പാൻ തക്കവണ്ണമിടയായത്. അത് ഇവിടെ വായിക്കുമ്പോൾ എന്റെ കൂട്ട് തടവുകാരനായ, അങ്ങനെ എഴുതിയിരിക്കുന്നല്ലേ, എന്റെ കൂട്ട് തടവുകാരനായ അരിസ്തർക്കോസ്. പിന്നെ ഈ അരിസ്തർക്കോസ് എന്ന് പറയുന്ന ആളാരാണ്? ബർന്നബാസിന്റെ ബന്ധുവും കൂടിയാണ്. എന്റെ കൂട്ട് തടവുകാരനായ അരിസ്തർക്കോസും ബർന്നബാസിന്റെ ബന്ധുവായ മർക്കോസും അവരെ കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരുന്നു. എന്നാൽ അവർക്ക് വന്ദനം പറയുകയാണ്. അപ്പൊ ഇവനെ പറ്റി അധികമായിട്ടൊന്നും പിന്നീട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ പൗലോസിനോടൊപ്പം റോമിൽ വെച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്നാണ് ഇവരെ കുറിച്ച് കരുതുന്നത്. അധികമായിട്ടൊന്നും ഇവരെ പറ്റി പറഞ്ഞിട്ടില്ല എങ്കിലും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 29-ാം വാക്യത്തിലും ഫിലേമോൻ 24-ലും ഇവരെ കുറിച്ച് നമുക്ക് എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട്, അവരുടെ പേര് എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഇവിടെ മർക്കോസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബർന്നബാസിന്റെ ബന്ധുവായിരുന്നു, ബർന്നബാസിന്റെ മച്ചുനനായിരുന്നു. മച്ചുനൻ അഥവാ അനന്തരവൻ അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. ഈ മർക്കോസിന് ബർന്നബാസിനോടുള്ള ബന്ധം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ്? മച്ചുനൻ എന്ന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യത്തിലും 15-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിലും നമുക്ക് ഈ മർക്കോസിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. ഇപ്പോൾ ഈ മർക്കോസിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ബർന്നബാസിന്റെ പേര് ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നു. കാരണം ബർന്നബാസ് കൊലോസ്യക്കാർക്ക് പരിചിതനായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ബർന്നബാസിന്റെ പേര് പറയുവാൻ തക്കവണ്ണമിടയായി. നമ്മൾ വായിച്ചല്ലോ, എന്റെ കൂട്ട് തടവുകാരനായ അരിസ്തർക്കോസും ബർന്നബാസിന്റെ ബന്ധുവായ മർക്കോസും. അപ്പോൾ മർക്കോസിനെ നേരിട്ടല്ല പറയുന്നത്, ഈ ബർന്നബാസിന്റെ പേര് പറഞ്ഞ്
ബർന്നബാസിന്റെ മച്ചുനനായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അനന്തരവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മർക്കോസിനെ കുറിച്ച്. അപ്പോൾ വന്ദനം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ അവനെ കൈക്കൊള്ളുവാൻ കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. ഈ മർക്കോസിന്റെ വിഷയത്തിലാണ് പണ്ടൊരിക്കല് പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാത്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര വാദമുണ്ടായി, അല്ലെ? ഒരുവൻ പറഞ്ഞു മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോകണം, ഒരാൾ പറഞ്ഞു മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടാകുകയാണ് ചെയ്തത്. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, മർക്കോസ് എനിക്ക് സുവിശേഷ വേലയിൽ പ്രയോജനമുള്ളവനായിരുന്നുവെന്ന്. സ്തോത്രം. 2 തിമോത്തിയോസ് 4:11 പിന്നീട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഈ മർക്കോസ് എന്റെ സുവിശേഷ വേലയില് പ്രയോജനപ്പെട്ടവനായിരുന്നുവെന്ന്. അതുകൊണ്ട് മർക്കോസിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്രവാദം ഉണ്ടായിരുന്നുവെങ്കിലും മർക്കോസ് തന്റെ വേലയിൽ പ്രയോജനപ്പെട്ടവനായിരുന്നു. അത് അപ്പോസ്തലനായ പൗലോസ് ഊന്നി പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? ഇവരെ എന്ത് ചെയ്യണം? ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പറയുകയാണ്, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം, സ്വീകരിക്കണം. ഇത് അപ്പോസ്തലന്റെ ഒരു നിർദ്ദേശമാണ്. ദൈവമക്കളെ, ആരെയും പരിചയപ്പെടുത്തിയാലും, അല്ലെ, നമുക്ക് ഒനേസിമസിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ സഹോദരനെ പോലെ അവനെ കൈക്കൊള്ളണം. ഇവിടെ പറയുന്നത് എന്ത് ചെയ്യുന്നത്? ഇവർ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ബർന്നബാസ്, അരിസ്തർക്കോസ്, മർക്കോസിനെയും അരിസ്തർക്കോസിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവമക്കളെ നമ്മുടെ ഭവനത്തിൽ കൈക്കൊള്ളുന്നത് ദൈവമക്കളെ നമുക്ക് അനുഗ്രഹമാണ്. ദൈവദാസന്മാർ ഭവനത്തിൽ കയറി വരുന്നതും ദൈവമക്കളൊന്ന് കയറി വരുന്നതൊക്കെ വളരെ അനുഗ്രഹമല്ലേ? ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഓർക്കുകയോ വന്ന ഒരു നേരത്തെ ഊണ് കൊടുക്കണം, അല്ലെ കാപ്പി കൊടുക്കണം, അല്ലെ ഭക്ഷണം കൊടുക്കണം. ദൈവമക്കളെ അല്ല, ഞാൻ പറയട്ടെ, ഒരു കൂട്ടായ്മ വെക്കുകയോ ദൈവമക്കൾ നമ്മുടെ ഭവനത്തിൽ കയറി ഇറങ്ങുകയോ ചെയ്യുന്ന അനുഗ്രഹമാണ്. ഒരു കൂട്ടായ്മ വെച്ചാൽ ഞാൻ പറയും പലപ്പോഴും പ്രയോജനം എന്താ? വീട് അടിച്ചു വാരി വൃത്തിയാക്കി എപ്പോഴും വൃത്തിയായി കിടന്നോളും കൂട്ടായ്മ വെക്കുന്ന വീടാണെങ്കിൽ. അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും വെക്കുന്നെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതുമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടും. എന്നാൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ദൈവാത്മാവ് പലപ്പോഴും വസിക്കുന്നിടം വിശുദ്ധമായിരിക്കണം. കർത്താവിന്റെ വേലക്കാർ ആ വീട്ടിൽ വന്നാൽ, ദാസന്മാർ ഒരു വീട്ടിൽ കയറി ഇറങ്ങിയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. പലപ്പോഴും എനിക്ക് അനുഭവങ്ങളുണ്ട്. ഞാൻ പല ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ആ ഭവനത്തിൽ കടന്നു എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അനുഗ്രഹമായിട്ടുണ്ട് എന്ന്. ഒരിക്കൽ ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് മാസം ട്രിവാൻഡ്രത്ത് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. ആ ശുശ്രൂഷയ്ക്ക് കടന്നു ചെന്ന് ഞാൻ ഒരു 10 വർഷത്തോളം പരിചയമുള്ള ഒരു ഭവനമാണ്. അവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ കൂടി മാത്രം. എന്നാൽ ആ ഭവനത്തിൽ കടന്നു ചെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭവനമാണ്. ആ ഭവനത്തിൽ ഞങ്ങൾ കടന്നു ചെന്ന് ഞാൻ ആ രാത്രിയിൽ അവിടെ ചിലവഴിപ്പാൻ തക്കവണ്ണം ഇവിടെ ഒരു രാത്രി അവരോട് ചിലവഴിപ്പാൻ തക്കവണ്ണം ഇവിടെയായി. ഞാൻ പോന്നതിന് ശേഷം സിസ്റ്റർ എന്നെ പലവട്ടം വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. സിസ്റ്റർ വരുമെന്ന് പറഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ വീട് വൃത്തിയാക്കാൻ തുടങ്ങിയതാ. 2 നില വീടാണ്. താഴത്തെ ഭാഗത്തിന്റെ ഒരു റൂം മാത്രം ക്ലീൻ ചെയ്തില്ല, ബാക്കിയെല്ലാം നല്ല വൃത്തിയാക്കി. എന്നോട് പറയുകയാണ്, എത്ര നാള് കൂടിയാണ് ഞങ്ങളുടെ വീട് ഇത്രയും ഒന്ന് ക്ലീൻ ചെയ്തെന്ന്. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം ദൈവദാസിയാണല്ലോ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ആമേൻ. ദൈവ മക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദാസന്മാർ നമ്മുടെ വീട്ടിൽ കടന്നു വരുമ്പോൾ നമുക്കത് അനുഗ്രഹമാണ്. ആത്മീയ ഭൗതികമായ മേഖലകളിൽ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഞാൻ ഷാർജയിൽ ഒരു ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ അവരെന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, സിസ്റ്റർ എന്ന് ഈ വീട്ടിൽ വരുന്നോ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. ഭൗതിക അനുഗ്രഹങ്ങളോടൊപ്പം ആത്മീയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും. സിസ്റ്റർ വന്നു പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ഫ്രിഡ്ജ് എല്ലാം നിറഞ്ഞ സാധനങ്ങൾ നിറയും. ഞാൻ പൈസ കൊടുത്തിട്ടല്ല കേട്ടോ, ഞാൻ ആ വീടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മാത്രമല്ല അവരുടെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അവര് പറയുകയാണ്, സിസ്റ്റർ വന്നു പോയി കഴിയുമ്പോൾ ഞങ്ങൾ സിസ്റ്ററുമായിട്ട് ഒത്തിരുന്ന് പ്രാർത്ഥിച്ചത് ഓർത്ത് എപ്പോഴും ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്കതൊരു അനുഗ്രഹമാണ്. ഞങ്ങൾ ഓർക്കും സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നുവെന്ന്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ആമേൻ. എന്നെ പോലെ അനേക ദൈവമക്കൾ അനേക ഭവനങ്ങളിൽ കയറി ഇറങ്ങുന്നത് അനുഗ്രഹത്തിന് കാരണമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, അനുഗ്രഹിക്കപ്പെട്ടവരെ അകത്ത് വരുവീനെന്ന്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ ഇടയാകണം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും
ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ? ദൈവം അനുഗ്രഹിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അനേകർക്ക് അനേക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ അനേക ദൈവദാസിമാര് കടന്നു വന്ന് താമസിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ അവരുടെ വസ്ത്രങ്ങൾ പോലും അലക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, അയ്യോ അതിന്റെ ആവശ്യമില്ല. എന്നാൽ ചിലർക്ക് സുഖമില്ലാതിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ അവർ പറയും, സിസ്റ്ററെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, എന്റെ ജീവിതത്തിൽ എന്റെ കർത്തദാസന്മാർക്ക് വേണ്ടി ഞാൻ പല ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. ചെയ്തതൊക്കെ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയിട്ടേ ഉള്ളൂ. ഞാൻ എവിടെ കടന്നു ചെല്ലുമ്പോഴും ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തത് എനിക്കതിലുപരിയായിട്ട് ബഹുമാനവും സ്നേഹവും ലഭിക്കുവാൻ ഇടയാകുന്നുണ്ട്. ഞാൻ പറയട്ടെ, പലയിടങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ അവരെന്നെ വളരെ സ്നേഹത്തോടെ ആദരവോടെയാണ് സ്വീകരിക്കുന്നത്. പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇതിനുള്ള യോഗ്യത പോലും എനിക്കുണ്ടോ എന്ന്. എന്നാൽ നമ്മുടെ അപ്പന്റെ മക്കളായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല, അവൻ അനീതിയുള്ള ദൈവമല്ല. തിരുവചനത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും ആമേൻ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും അവന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയത്തില്ല. നമ്മുടെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ, നമ്മൾ മനസ്സോടെ ഒരു ഗ്ലാസ് വെള്ളം, ഞാൻ എപ്പോഴും പറയും, ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പാൻ കൊടുത്തുള്ളൂ, അത് മനസ്സോടെ കൊടുക്കണം. പെറുപെറുത്തോണ്ട് ചെയ്യരുത്. അയ്യോ, നട്ടുച്ചയ്ക്ക് കയറി വന്നല്ലോ, ഇനി കറിയൊന്നുമില്ല എന്ന് പറയരുത്. കലത്തിൽ ചോറുണ്ടോ, ഉള്ള കറി കൂട്ടി കൊടുക്കണം. വിശന്നായിരിക്കും ഹല്ലേലൂയ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കയറി വരുന്നത്. വിശന്ന് വരുന്നവരെ വെറുതെ വിടരുത്, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഞാൻ പറയട്ടെ, നമ്മുടെ അടുക്കളയിൽ കറിയില്ല എങ്കിൽ മുളകുണ്ടല്ലോ, ഉപ്പുണ്ടല്ലോ, പുളിയുണ്ടല്ലോ, സവോള കാണുമല്ലോ, അരിഞ്ഞ് നല്ല രീതിയിൽ അതൊരു ചട്നിയാക്കി അവർക്ക് കൊടുക്കാൻ. എന്റെ കഴിഞ്ഞ നാളുകളുടെ അവസ്ഥകൾ ഞാൻ ഓർക്കും. ആമേൻ, എന്റെ വീട്ടിൽ അനേകർ കടന്നു വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞു കുട്ടിക്ക് ആമേൻ ഭക്ഷണം കൊടുക്കേണ്ടതുപോലെ ഞാൻ മാറ്റിവെച്ച ദൈവഭൃത്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ അനേകർ കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാം, നമ്മുടെ ജീവിതത്തിൽ കൊടുത്തത് കൊണ്ട് നമുക്കൊരു നഷ്ടവും ഉണ്ടാകത്തില്ല. നമ്മൾ കൊടുത്തതിന് ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് നൽകുവാനിടയാവും. കിട്ടുമല്ലോ എന്നോർത്തല്ല കൊടുക്കേണ്ടത്. ദൈവത്തെ മാനിക്കുന്നത് പോലെ ദൈവമക്കൾക്ക് നാം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാം മാനിക്കപ്പെടുക മാത്രമല്ല, നാം ലോകക്കാരുടെ മുൻപിലും നമ്മുടെ ബന്ധുക്കളുടെ മുൻപിലൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മെ തള്ളിക്കളഞ്ഞവർക്ക് മുൻപിൽ നമ്മ അന്യരും ശ്രേഷ്ഠരുമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. കൊണ്ട് ഇന്ന് പകൽക്കാലത്തെങ്കിൽ ദൈവമക്കളെ, ദൈവം അനീതിയുടെ ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ദൈവനാമത്തിന് വേണ്ടി വരുന്നവരെ കൈക്കൊള്ളാവുള്ളൂ കേട്ടോ. ദൈവ നിഷേധികളായിട്ട് വരുന്നവരെ കൈക്കൊള്ളരുത്. ഇവിടെ ഫേബയുടെ ഭവനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്നല്ലേ, ഫേബ റോമിൽ ഉണ്ടായിരുന്ന സുവിശേഷ വേലയിലെ ഫേബായുടെ ഭവനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കടന്നു ചെന്നു. അവിടെ എന്താ ചെയ്തത്? അപ്പോസ്തലനായ പൗലോസ് സഭകൾ സന്ദർശിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന സമയത്ത് സഹോദരന്മാരും ശുശ്രൂഷന്മാരും ഒക്കെ ചേർത്ത് അവിടെ കടന്നു ചെന്നിട്ടുണ്ട്. എന്നാൽ റോമാലേഖനം 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അപ്പോസ്തലനായ പൗലോസ് ഫേബായെ ദൈവസഭയിലേക്ക് കൈക്കൊള്ളണം എന്നുള്ളത്. ദൈവമക്കളെ കൈക്കൊള്ളുന്നവരെ ദൈവം അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയാകും. ദൈവസഭകൾ നമ്മൾ സന്ദർശിക്കണം. ഞാൻ പറയട്ടെ, ദൈവദാസന്മാരോട് ചേർന്ന് ദൈവസഭകൾ സന്ദർശിക്കണം. അനേക ഇടങ്ങളിൽ പോയി നാം ശുശ്രൂഷിക്കണം. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്നവരെ നാം മാനിക്കണം. അപ്പോൾ തന്നെ നമ്മാലാവോളം നമ്മുടെ സഹവിശ്വാസികളുടെ വീടുകൾ സന്ദർശിച്ച് അവരെ ഉറപ്പിക്കുവാനിടയാകണം. അവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്, നാം സഹവിശ്വാസികൾക്ക് കഴിയുമെങ്കിൽ നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. രോഗികളായിരിക്കുന്നവരുടെ അടുക്കൽ കടന്നു പോകണം, അവരോട് സംസാരിപ്പാൻ ഇടയാകണം, അവരോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകണം. ഞാനിവിടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ കൂട്ടുതടവുകാരനായ അരിസ്തർക്കോസും ബർന്നബാസിന്റെ ബന്ധുവായ മർക്കോസും അവനെ കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അവൻ
നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. അപ്പോൾ കൈക്കൊള്ളുക എന്നുള്ളത് ഒരു ദൈവവൈതലിന്റെ ഉത്തരവാദിത്വമാണ്. ദൈവദാസന്മാരെ, ദൈവമക്കളെ കൈക്കൊള്ളുക. അതുപോലെ തന്നെ മറ്റൊരിടത്ത് ദൈവവചനം പറയുന്നുണ്ട്, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ കാലിലെ പൊടി തട്ടി പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം ഒരു കാലത്ത് അറിവില്ലാത്തവരായിരുന്നു, ദൈവഹിതം വിട്ടു ജീവിച്ചവരാണ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഇന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ സഹവിശ്വാസികളെയും സഹപഠന്മാരെയും മറ്റുള്ളവരോ വിളിച്ചിട്ട് അവരെ ചേർത്ത് നിർത്തുവാൻ പറയും പോലെ നമുക്കും ഇന്ന് മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങലായി മാറി, നമ്മുടെ സഹശുശ്രൂഷകർക്ക്, നമ്മുടെ കൂട്ടത്തിലുള്ള പ്രാർത്ഥിക്കുന്നവർക്ക്, നമ്മോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒക്കെ നാം ഒരു കൈത്താങ്ങലായി മാറുവാൻ, അവരെ ശുശ്രൂഷയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, നമ്മാലാവോളം ചെയ്യുവാൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പോൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഇന്ന് പകൽ വേളയെങ്കിൽ അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ പൊന്നുമുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ പഠിച്ച പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലപ്പോഴും ബർന്നബാസ് ദൈവഹിതപ്രകാരം അപ്പോസ്തലനായ പൗലോസിന് പ്രയോജനപ്പെട്ടവനായി തീർന്നു, മർക്കോസ് പ്രയോജനപ്പെട്ടവനായി തീർന്നു, തിഹിക്കോസ് പ്രയോജനപ്പെട്ടവനായി തീർന്നു, അരിസ്തർക്കോസ് പ്രയോജനപ്പെട്ടവനായി തീർന്നു. അങ്ങയുടെ വേലയിൽ അവരൊക്കെ കൂട്ടുവേലക്കാരായി നിന്നതുപോലെ ഞങ്ങൾ അലവോളം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കൂട്ടുവേലക്കാരായി നിൽപ്പാൻ ദൈവം കൃപ നൽകിയാട്ടെ. ഇന്ന് പകൽ വേളയെങ്കിൽ അവിടുത്തെ രാജ്യത്തിന്റെ മഹിമയ്ക്കായിട്ട് ഞങ്ങൾ അലാവോളം ചെയ്യുവാൻ ഇടയാക്കണം. അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു ഭക്തന്മാരെ ശുശ്രൂഷിപ്പാനും ക്രിസ്തു വേലക്കാരെ ഞങ്ങളോട് ചേർത്ത് നിർത്തുവാനും അവരോട് സഹകരണം പുലർത്തുവാനും തങ്ങളാലാവോളം നന്മകൾ ചെയ്യുവാനും കർത്താവ് ഓരോരുത്തരെയും ഒരുക്കിയാട്ടെ. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഈ പ്രേലയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചവർക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഇന്ന് പകൽ വേള ദൈവകൃപ കൂടെ ഇരുന്ന് സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.